ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരുപാട് എണ്ണയൊന്നുമില്ലാതെ ഗോതമ്പ് പൊടി കൊണ്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം ചായയുടെ കൂടെ വെറുതെ ഒരു സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കിതിലേക്കുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓയിൽ ചേർത്തിട്ട് ഒന്നുകൂടെ ആ ഓയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് നല്ല ചൂടുള്ള വെള്ളമല്ലേ. അപ്പോൾ ഇതാ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നല്ല പോലെ ഇതൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ ഞാനിവിടെ മാവ് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ഫില്ലിങ്ങിനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ബൗളിലേക്ക് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ സവാള പൊടിയായിട്ട് അരിഞ്ഞതും എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഒരു നുള്ള് ഉപ്പും പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്തൊക്കെ മസാലപ്പൊടികളാണോ വേണ്ടത് എന്നുള്ളത്. ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ക്യാരറ്റും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. വെജിറ്റബിൾസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിപ്പോൾ ഒരു സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഓംലെറ്റിൻ്റെ കൂട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുത്താം. ഈ ഒരു കൂട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. പാലായാലും മതി കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടെ ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് അരിഞ്ഞതാണ് കേട്ടോ ചേർക്കുന്നത്. ക്യാരറ്റ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ ഫില്ലിങ്ങിലേക്കുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കുന്ന ആ ഒരു സമയം നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. കുറഞ്ഞതൊരു 10 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. ഇനി നമുക്ക് ഈ മാവ് എടുത്ത് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലൊന്ന് പരത്തിയെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തി എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ ഉരുളയാക്കി പൊടിയിട്ട് പരത്തിയെടുക്കാം. ഞാനിവിടെ 2 ചപ്പാത്തി നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. സാധാരണ ചപ്പാത്തിയുടെ തിക്നെസ് മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു പാത്രം വെച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ വേണം നമ്മുടെ ഫില്ലിങ് വെക്കാൻ കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനൊരു മാർക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റൗണ്ടിൻ്റെ പുറത്തേക്ക് പോവാത്ത രീതിയിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം 2.5 ടേബിൾ സ്പൂണോളം ഫില്ലിങ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് വേറൊരു ചപ്പാത്തി കൂടെ വെച്ചിട്ട് നമ്മൾ ആദ്യം എടുത്ത ആ ഒരു അടപ്പില്ലേ അത് വെച്ചിട്ട് തന്നെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ 2 ചപ്പാത്തിയും കൂടെ നല്ല പോലെ ജോയിനായിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒട്ടി കിട്ടുകയും ചെയ്യും. ഇതുപോലെ നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടും. കണ്ടോ? ഇനി ഇത് ഇവിടുന്ന് എടുക്കുന്ന സമയത്ത്, കാരണം നമ്മൾ നല്ല തിന്നായിട്ട് പരത്തിയതുകൊണ്ട് എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ആദ്യം ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇടുക. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്യാൻ. ഈ ഒരു മാവ് കുക്കാവുന്ന സമയം കൊണ്ട് തന്നെ ഉള്ളിലുള്ള ഒരു മുട്ടയും നല്ല പോലെ കുക്കായിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ച് എണ്ണ എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. മുകൾ ഭാഗം ഒന്ന് അങ്ങോട്ട് കുക്കായി കഴിഞ്ഞാൽ, ചൂടുള്ള എണ്ണയായിട്ടൊന്ന് കുക്കായി കഴിഞ്ഞാൽ തിരിച്ചിടുമ്പോൾ പൊട്ടൂലല്ലോ. അപ്പോൾ ഇതാ ഇത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്യാൻ. എന്നാലും ഉള്ളിലുള്ള കോഴിമുട്ട നല്ല പോലെ വെന്ത് കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു മാവും നല്ല പോലെ വേവണമെങ്കിൽ ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ? ഇതുപോലെ ഈ ഒരു പാത്രം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഫില്ലിങ് വെക്കുക. അതിൻ്റെ മുകളിൽ വേറൊരു ചപ്പാത്തി വെച്ചിട്ട് ഈ ഒരു പ്ലേറ്റ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം.
കണ്ടോ, അടിയിലേക്ക് കൈ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ഇത് എടുക്കാൻ പറ്റും കേട്ടോ, പൊട്ടിപ്പോവാതെ തന്നെ. അപ്പോൾ ഓരോന്നും നമുക്ക് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ഇല്ലാതെ ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് ചുട്ടെടുക്കാനും പറ്റും. ഈ ഒരു സ്നാക്ക് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഓംലെറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നല്ല പോലെ ഇഷ്ടമാവും. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി. നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന അത്ര പോലും ഓയിൽ ഇതിൽ വരുന്നില്ല. പിന്നെ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇതൊരെണ്ണം മതിയാകും. കുട്ടികൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്